മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുകയാണ്. ജോസ് കെ മാണി LDF തുടരുമെന്ന് പറയും. പക്ഷേ ഇപ്പോഴും അഭ്യൂഹങ്ങൾ അവസാനിക്കുന്നില്ല. എന്താണ് ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അല്ല, അവരിപ്പോ ഇടതു മുന്നണിയുടെ ഭാഗമാണെന്നാണല്ലോ ജോസ് കെ മാണി തന്നെ പറയുന്നത്. പിന്നിപ്പോ അവര് മുന്നണി വിട്ടു വരികയോ അവർ മുന്നണി വിടുന്ന താല്പര്യം പ്രകടിപ്പിക്കുമ്പോഴോ ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. അല്ലാത്തപ്പോഴെന്ത് ചർച്ച ചെയ്യാനോ? അപ്പോൾ അതവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അവർ തീരുമാനിച്ചൊരു മുന്നണിയിൽ പുറത്തു വരികയാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അല്ലാത്തൊരു കാര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശരിയാണോ? അവരിപ്പോൾ ഇടതു മുന്നണിയുടെ ഭാഗമായി നിൽക്കുകയല്ലേ. അപ്പൊ അതാണ് ഞങ്ങളുടെ ഒരു നിലപാട്. ഞങ്ങൾ എല്ലാ കാര്യത്തിലും എടുത്തേക്കുന്ന നിലപാട് അതാണ്. ഈ കാര്യത്തിൽ അവർ ഒരു തരത്തിലും അല്ലെങ്കിൽ ഇടതു മുന്നണി തന്നെ നിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ പിന്നീട് ചർച്ചയുടെ പ്രസക്തി അവിടെ ഉണ്ടാവുകയില്ല. അതാണ് വസ്തുത. ഈ ജോസ് കെ മാണി വിഭാഗം LDF തുടരുമ്പോഴാണല്ലോ മധ്യ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവരിവിടെ വേണം എന്നത് അവരുടെ ആവശ്യമാണോ അതോ UDFന്റെ ആവശ്യമാണോ? അത് അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഞാനാണല്ലോ ഒരു മുന്നണിക്കകത്ത് നിൽക്കുന്ന ഒരു കക്ഷിയെ ഞങ്ങളുടെ കൂടെ പിടിച്ചുകൊണ്ട് വരത്തക്ക നിലയിലുള്ള അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ശരിയായ നടപടിയല്ല. അല്ലെങ്കിൽ അവർ പറയണം ഞങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാത്തടത്തോളം കാലം ഒരു ചർച്ചയ്ക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും UDFന് വൻ വിജയമുണ്ടായി. അടുത്ത വരാൻ പോകുന്ന പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF 100 സീറ്റുകളിൽ കൂടുതൽ നേടി അധികാരത്തിൽ വരുമെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത് ഒരു സംശയവുമില്ല. കേരളത്തിലെ ജനങ്ങൾ UDFന് അനുകൂലമായി ചിന്തിക്കും. ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണ മാറ്റമാണ്. അത് മനസ്സിലാകാത്ത ഒരാൾ മാത്രമേ ഉള്ളൂ. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് മാത്രമേ ഇത് മനസ്സിലാവാവൂ. അദ്ദേഹത്തിന് ഇത് മെയ് മാസത്തിലേ മനസ്സിലാവുള്ളൂ. ഇത് വിസ്മയമൊന്നുമല്ല. നമ്മൾ ഓരോ ആളുകളും എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഇടതു മുന്നണിയോടൊപ്പം നിൽക്കുന്നതുകൊണ്ട് കാര്യമില്ല. അവർ പറഞ്ഞെന്താ? ഐഷാപോറ്റി പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. ഞാൻ ചേർന്ന പാർട്ടിയല്ല ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന്. ഇനി അതുപോലൊരു പാർട്ടിക്ക് എന്നെ പോലൊക്കെ തൊടാൻ കഴിയില്ല എന്നാ പറഞ്ഞത്. അത് വളരെ ഗൗരവമായൊരു വിഷയമല്ലേ അവർ പറഞ്ഞത്. അവർ കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ അംഗമായിരുന്നു. അവർ ചേർന്ന പാർട്ടിയല്ല ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ പാർട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന അപജയങ്ങളെ പറ്റിയാണ് അവർ പറഞ്ഞത്. അതൊക്കെ ആര് പോയാലും ഇത് തന്നെയാണല്ലോ പറയുന്നത്. ഞങ്ങളുടെ കൂടെ നിന്ന് കുറെ പേര് പോയായിരുന്നല്ലോ, പിടിച്ചോണ്ട് പോയായിരുന്നല്ലോ. ഞങ്ങളങ്ങനെ ആരും പിടിച്ചോണ്ട് പോയതൊന്നും അല്ലല്ലോ. അവർക്കുണ്ടായ അവഗണനയും അവർക്ക് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും കാരണമാണ് അവർ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചത്. ഞങ്ങളൊക്കെ അവരോട് നേരിട്ട് സംസാരിച്ചിട്ടുള്ളതാണ്. അവരെ ഒരു വളരെ മാന്യമായി പെരുമാറുന്ന സ്ത്രീയാണ്. ഞങ്ങളൊക്കെ MLA-മാരായിരുന്ന അവരോടൊപ്പം MLA-മാരായിരുന്നവരാണ്. വളരെ മാന്യമായി പൊതുരംഗത്ത് വളരെ മാന്യമായി ഇടപെടുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്. അവർ വന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനി ധാരാളം ആളുകൾ വരും. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഏതണികൾ ഒരണികളും ചെയ്യുന്നു. അതൊക്കെ അല്ല, അതിപ്പോ അവർക്ക് പാർട്ടിയിൽ വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് അടുത്ത കാലത്ത് വന്നത്. അത് ആ കാര്യം KPCC പ്രസിഡന്റിന് പരാതി കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പരിശോധിച്ച് വേണ്ടത് ചെയ്യും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDFന്റെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുക എന്ന് പറയുന്നത് ഏതെങ്കിലും പാർട്ടിയെ ചാക്കിട്ട് പിടിക്കാനുള്ളതല്ല. അതിനകത്ത് എല്ലാ സമാന ചിന്താഗതിക്കാരായ ജനങ്ങൾ, മതേതര ജനാധിപത്യ വിശ്വാസികളായ സംഘടനകൾ, വ്യക്തികൾ ഇവരുടെയെല്ലാം പിന്തുണ ആർജിക്കാനുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുമൊക്കെ അത് ജനങ്ങൾ ഞങ്ങളോടൊപ്പം അണിനിരന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അത് കൂടുതൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പോരാട്ടമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കാത്തിരിക്കുന്ന ഒരു വൻ തോൽവിയായിരുന്നു. അതവർ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. അല്ല, വയനാട്ടിൽ ഏത് സ്ഥലമാണ് പിന്നെ ആനത്താരിയും കടുവ ഇറങ്ങാത്തതും ഒക്കെ ആയിട്ടുള്ള ഏത് സ്ഥലമുള്ളത്? അവിടൊക്കെ മിക്കവാറും ഇതെല്ലാം ഉള്ളതാണ്. ഞങ്ങൾ പരിശോധിച്ചതിൽ അതൊക്കെ തെറ്റായ പ്രചരണം. ഇത്രയും നാളത്തെ പ്രചരണം എന്തായിരുന്നു? കോൺഗ്രസ് പാർട്ടി
സ്ഥലം ഏറ്റെടുക്കുന്നില്ല, വീട് വെച്ച് കൊടുക്കുന്നില്ല. എടാ, വീട് വെച്ച് കൊടുക്കാൻ ഞങ്ങൾ പണം കൊടുത്ത് സ്ഥലം വാങ്ങിച്ചപ്പോൾ പറയുന്നു ആനത്താരിയാണ്. അവിടെ കടുവയും പുലിയും ആനയും ഒക്കെ എല്ലായിടത്തും കൂടെ നടന്നു പോകുന്ന സ്ഥലങ്ങളാണ്. വാസയോഗ്യമായ സ്ഥലം തന്നെയാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ഇനി ഞങ്ങൾ വീടും വെച്ച് കൊടുക്കും അവിടെ. അപ്പോൾ CPM നിരന്തരമായി നടത്തുന്ന നുണപ്രചരണങ്ങൾ മാധ്യമങ്ങൾ ഏറ്റെടുക്കരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതിനുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ബത്തേരി ക്യാമ്പിൽ വെച്ച് എല്ലാ നേതാക്കളെയും, വയനാട്ടിലെ നേതാക്കളെ വിളിച്ചു വരുത്തി ചർച്ച ചെയ്ത് എടുത്ത തീരുമാനങ്ങളാണ് ഇതെല്ലാം. വൈകാതെ അവർക്ക് വീട് വെച്ചു കൊടുത്ത് അവരെ വീട്ടിൽ പാർപ്പിക്കാനുള്ള നടപടി ഉണ്ടാകും. എന്തോരം കള്ളത്തരങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിനു മുമ്പ് നേരത്തെ ഞങ്ങളുടെ ഒരു DCC ട്രഷറർ ശ്രീ വിജയന്റെ കടവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കള്ളത്തരം ഉണ്ടായി. അവരുടെ കട മുഴുവൻ കോൺഗ്രസ് പാർട്ടി അടച്ചു നോക്കില്ലേ. ഇങ്ങനെ നുണപ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നുണപ്രചരണങ്ങളിലൊന്നും ജനങ്ങൾ, പ്രത്യേകിച്ച് വയനാട്ടിലെ ജനങ്ങൾ വീടില്ല എന്നാണ് എനിക്ക് പറയാം. ഞാൻ സംസാരിച്ചു ഇല്ലല്ലോ, സമയമായിട്ടില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.